ചേട്ടാ മെർലിൻ ചേച്ചി വിളിച്ചായിരുന്നാ? ഇല്ല, വിളിച്ചില്ല. അവളെന്തിനാ എപ്പം നോക്കിയിട്ട് എന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്ന കാര്യം എന്തിന്? ഇപ്പൊ ഞാൻ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. അല്ല, അവളും കൂടെ കണ്ടിട്ട് കുറെ നാളായല്ലോ. വരണമെങ്കിൽ വരട്ടെ. എപ്പോഴും ഇവിടെ വരേണ്ട കാര്യം വല്ലതും ഉണ്ടോ? മാത്രമല്ല ഞാൻ ഇപ്പൊ വിളിക്കാറുമില്ല. സാധാരണ ഞാൻ പറയായിരുന്നു മെല്ലെ വേണമെങ്കിൽ വന്നിട്ട് പോവാൻ. ഇപ്പൊ അതും പറയാറൊന്നുമില്ല. എന്നാ നമ്മളിനി ഓടണം എന്നിട്ട് അവളും കൊണ്ട് വരണം. ഭയങ്കര ചാടയെന്നാ കൊച്ചിന്. ഞാൻ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. എന്റെ ആവശ്യമില്ല. ചാടേ? എന്ത് ചാടാ? ഡേ വല്ലോണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറ. അമ്മായിക്ക് അടുക്കള പണിയൊന്നുമില്ല. അമ്മായി ആദ്യം വന്നപ്പോ ഭയങ്കര ഉത്സാഹമായിരുന്നു കിച്ചണിൽ കയറാൻ. ഇപ്പൊ ഭയങ്കര ചാടയാ. ചാടേ? ചാടയൊന്നും ഇല്ല. എനിക്ക് കുറച്ച് മടിയുണ്ട്. മടിയെ കാരണം എന്താ അറിയോ? ആ കനകേച്ചയാണ്. ആ കനകേച്ച അടുക്കള കയറി എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അന്നേ. അങ്ങനെയല്ലേ ഞാൻ ഒരു മടിച്ചായി പോയി. കനകാന്റി ആണെങ്കി അടുക്കളയുടെ ഭൂതോ. കേശു, ഹലോ. ഹായ് മെർലിൻ ആന്റി. കനകാന്റി. മെർലിൻ ചേച്ചി. മെർലിൻ ചേച്ചിയെ പറ്റി ഇപ്പൊ ഉള്ളു. എന്തോ പറയല്ല പരാമർശിച്ചത് അത് തന്നെ. അത് തന്നെ നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ. ഇങ്ങോട്ട് കണ്ടിട്ട് കൊറേ ആയല്ലോ. ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് നാക്കിടുന്ന അങ്ങോട്ട് ഇട്ടേ ഉള്ളു. കണ്ട അമ്മായി മെർലിൻ ചേച്ചിയെ കണ്ടപ്പോഴത്തേക്ക് അറിയാതെ അങ്ങ് എണ്ണിച്ചു പോയി. എണീക്കുമല്ലോ പാറു. അതാണല്ലോ ഭവ്യത കേശുണ്ട് അല്ലോടോ. ഹലോ, കണ്ടിട്ട് കൊറേ ആയല്ലോ. അല്ല മെർലിനെ, ഇപ്പൊ ഇവൻ നിന്നെ പഴയതുപോലെ വിളിക്കാറൊന്നുമില്ലേ? മെർലിൻ മോട്ടറോ? ആ, കുഴിപ്പുള്ള രാജ്ഞി. കുഴിപ്പള്ളും രാജ്ഞിയാ? താൻ കൊള്ളാലോ. നിങ്ങളുടെ കൂടെ അല്ലേ കൂട്ട്? ഇപ്പൊ മോശാവോ? അമ്മായി എന്താ ചോദിച്ചേ? ഇവനെന്നെ വിളിക്കാറില്ലേന്നാ? ഇവന് ഇന്നലെ രാത്രി കൂടെ എന്നെ വിളിച്ചാണല്ലോ. ആ, 3 പ്രാവശ്യം. അയ്യേ, അങ്ങോട്ട് ചുമ്മാ ഡയലോഗ് അടിക്കുന്നു. എന്റെ മെർലിനെ, ഇവന് ഡയലോഗ് അടിക്കാൻ ഒരു കുറവുമില്ല. മെർലിൻ കേക്കണം. ഇന്ന് രാവിലെ അതിന്റെ കുറച്ച് മുന്നേ ഇവൻ പറയുവാണ് മെർലിൻ വരച്ച വരലൊന്നും അവൻ നിൽക്കൂല, അവന് തോന്നുന്ന പോലെ അവൻ കാണിക്കത്തുള്ളൂ എന്ന്. മാത്രമല്ല മെർലിനെ അവന് പേടിയില്ല. മെർലിനെ പേടിക്കേണ്ട കാര്യം എന്താന്നാണ് ചോദിക്കുന്നത്. അതൊന്നും പോരാഞ്ഞിട്ട് മെർലിൻ എങ്ങാനും അവനോട് മോട ഇറക്കിയ മെർലിനെ തൂക്കി ഭിത്തി കയറ്റുമെന്ന്. മെർലിനെ, മെർലിൻ ഇവിടെ വന്ന് പോയി കഴിഞ്ഞ മെർലിനെ പറ്റി ഇവൻ എന്തൊക്കെ പറയൂന്ന് അറിയോ? എന്ത് മെർലിനോ? മെർലിനെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞ കാര്യം നേരെയൊന്നുമല്ല നിങ്ങൾ പറയണത്. വളച്ചൊടിച്ചാണ് പറയണത്. നിനക്ക് മനസ്സിലാവത്തോണ്ടാണ്. നീ ഇവിടെ വരുമ്പോ നിന്റെ തോളത്ത് കൈയൊക്കെ ഇട്ടോണ്ട് നടക്കും. പോകുമ്പളേ അറഞ്ചാൻ പറഞ്ഞോണ്ടിരുന്ന് കുത്തണ നിങ്ങള്. അനാവശ്യം പറഞ്ഞല്ലോ. അനാവശ്യം? ഓ, നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞതിലാണ് പ്രശ്നം. ഓ, ഇതിപ്പോ ഞാൻ രാവിലെ വന്നത് മൊത്തം പ്രശ്നമായി തോന്നണല്ലോ. അയ്യേ, അത് നമുക്ക് പ്രശ്നമൊന്നുമല്ല. ഇവന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയണോ? പറയണോ പ്രശ്നമല്ല ഉണ്ടോ നിനക്ക്? എന്താ? അല്ല, ഞാനും തോറ്റി ഇത്രയും പ്രതീക്ഷിക്കാതെ രാവിലെ കയറി വന്നതെന്നായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത്. പ്രതീക്ഷിക്കാതെയാ? നീയല്ലേ ഇതിനെ വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വരാറില്ല, ശ്രദ്ധിക്കാറില്ല, എപ്പൊ നോക്കിയാലും ബന്ധുക്കളുടെ വീട്ടിൽ പോയി നടക്കാന്നൊക്കെ. അതാ ഞാൻ ഈ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ. മോശം 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 മോശം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.